പീപ്പിൾ ബിഗ് ഇമ്പാക്ട് ബാർകോഡ് അഴിമതിയിൽ കുരുങ്ങി മന്ത്രി കെ ബാബുവും രാജിവെച്ചു. ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു രാജിക്കത്ത് ബാബു മുഖ്യമന്ത്രിക്ക് കൈമാറി. രാഷ്ട്രീയ കാരണങ്ങളാലല്ല, വ്യക്തിപരമാണ് തന്റെ രാജി. സാങ്കേതികത്വത്തിന്റെ പേരിൽ താൻ കടിച്ചു തൂങ്ങില്ല. എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ കെ ബാബു ഇതിൽ CPIM നേതാക്കന്മാരും മദ്യവ്യവസായികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെയും ടവർ ലൊക്കേഷൻ നോക്കിയാൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയും. ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് ടവർ ലൊക്കേഷൻ നോക്കിയാൽ മതി. ഞാൻ ഇതുവരെ എന്റെ മാന്യതയുടെ ഒരു പേര് വെളിപ്പെടുത്തിയിട്ടില്ല. തനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിൽ വിചാരണയ്ക്ക് പോലും വഴങ്ങാതെ സ്റ്റേ വാങ്ങുകയായിരുന്നു. തനിക്കെതിരെ കേസുകളൊന്നും നിലവിലില്ല. നല്ല ലക്ഷ്യത്തോടെ നടത്തിയ നീക്കം തനിക്കെതിരെ തിരിയുകയായിരുന്നു. എന്നാൽ കോടതിയുടെ നിരീക്ഷണം അസാധാരണമായി പോയെന്നും അദ്ദേഹം പറഞ്ഞു. അസാധാരണമായ ഒരു കോടതി വിധിയാണത്. അത് നിയമജ്ഞന്മാരാണ് ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. അതായത് ഒരു അസാധാരണമായ കോടതി വിധിയാണ്. കോടതി നടപടികളുമായി മുന്നോട്ടു പോകും. ഇതേക്കുറിച്ച് അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കളുമായി തിരക്കിട്ട കൂടിയാലോചനകൾക്കു ശേഷമാണ് കെ ബാബു രാജി പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർകോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ വിജിലൻസിന് കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി. കോടതിയെ കൊഞ്ഞനം കുത്തുകയാണോ എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസം കൂടി സമയം ചോദിച്ച വിജിലൻസിനോട് കോടതി ചോദിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് വീണ്ടും സമയം ചോദിച്ചതിനെതിരെ നിശിതമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. ഇച്ഛാശക്തിയില്ലാത്ത സംവിധാനമാണ് വിജിലൻസ് എന്നും സത്യസന്ധമായി അന്വേഷിച്ചാൽ 10 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. ആരോപണ വിധേയനായ മന്ത്രിയുടെ ആസ്തികളും വീടും പരിശോധിച്ചോ എന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരന്റെ മൊഴി മാത്രമാണ് കേസിൽ എടുത്തിട്ടുള്ളത്. കോഴ നൽകിയതായി പറയുന്ന ബിജു രമേശിനെയും കേസിൽ പ്രതി ചേർക്കണം. എന്നാൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതെന്തിനെന്നും കോടതി ആരാഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ചോദിക്കുന്ന ഉദ്യോഗസ്ഥ കഴിഞ്ഞ 1.5 മാസക്കാലമായി എന്തു ചെയ്യുകയായിരുന്നു? ഇക്കാര്യങ്ങൾ അറിയാൻ കോടതിക്കും താൽപ്പര്യമുണ്ട്. ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനുമുണ്ടെന്നും ജസ്റ്റിസ് SS വാസൻ പറഞ്ഞു. കോടതിയെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് വിജിലൻസിൻ്റേത്. ഇത് അനുവദിക്കാനാവില്ല. ഫെബ്രുവരി 22-ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം വിജിലൻസിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ വിമർശനങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോഴുള്ള വിമർശനം. ഇത് വിജിലൻസിന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ CPIMന്റെയും ബിജു രമേശിന്റെയും ഗൂഢാലോചനയുടെ രക്തസാക്ഷിയെന്ന് കെ ബാബു. ആരോപണം ബാബുവിന്റെ ജാള്യത മറയ്ക്കാനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കോടതി പരാമർശങ്ങൾ ഉമ്മൻചാണ്ടിക്കും ബാധകമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ബിജു രമേശും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPIM ബിജു രമേശുമായി നടത്തിയ ഗൂഢാലോചനയുടെ രക്തസാക്ഷിയാണ് താനെന്നായിരുന്നു രാജിക്ക് ശേഷം മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. ഇത് കോടിയേരി ബാലകൃഷ്ണനും കൂടി ശിവൻകുട്ടി MLA വീട്ടിൽ വെച്ച് ഡിസംബർ മാസം 15-ാം തീയതി 7 മണിക്ക് നടത്തിയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരായ ആരോപണം. എന്നാൽ ജാള്യത മറയ്ക്കാനാണ് ബാബു CPIMനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാജിയുടെ ജാള്യത മറച്ചുപിടിക്കാനാണ് CPM നടത്തിയ ഗൂഢാലോചന വഴിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത്. ഈ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണം ശുദ്ധ അസംബന്ധമാണ്. കെ ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ബിജു രമേശിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഡിസംബർ 15-ാം തീയതി ബാബുവിനെ മറ്റേ പറയപ്പെടുന്ന ശിവൻകുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനെ ഞാൻ കണ്ടിട്ടുമില്ല. അച്ഛൻ മരിച്ച് 41 കഴിയുന്നവരെ ഞാൻ ഒരു ചാനലിലോ ഒരു ഓഫീസിലോ അല്ലാതെ മറ്റൊരു കാര്യത്തിനോ ഇവിടുന്ന് വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. ആ പുറത്തു പോകാത്ത ഞാൻ ഗൂഢാലോചനയ്ക്ക് പോയി ഈ സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ ഇതല്ലേ. രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മറ്റ് സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അത് സംബന്ധിച്ച് ഈ തീരുമാനം എടുക്കും. ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരാൻ അർഹനല്ലെന്നാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിലിരിക്കാൻ അർഹനല്ല. അത്രമാത്രം കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിട്ടുള്ളത്.
ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതിയുടെ പരാമർശത്തിൻ്റെ മേലെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകേണ്ടതാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി പദം ഇത്തരം ആളുകളെയൊക്കെ സംരക്ഷിക്കാനാണ് ഉപയോഗിച്ചു വന്നത്. രണ്ട് മന്ത്രിമാരുടെ രാജി LDFന്റെ വിജയമെന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്. കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടം സമ്മാനിച്ച ആഹ്ലാദങ്ങൾക്കിടയിലേക്കാണ് ഇടിത്തി പോലെ കോടതി വിധി ബാബുവിനെ തേടിയെത്തിയത്. അപ്രതീക്ഷിതവും നാടകീയവുമായ നിരവധി മുഹൂർത്തങ്ങളാണ് ആരോപണ കാലഘട്ടത്തിലും അതിനുശേഷവും ഉണ്ടായത്. കേസിന്റെ നാൾവഴിയിലേക്ക്. മാണിക്കെതിരായ ബാർക്കോഴ കേസിന്റെ അന്വേഷണത്തിനായി വിജിലൻസ് ബിജു രമേശിന്റെ രഹസ്യമൊഴിയെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് കെ ബാബുവിനെതിരായ കുരുക്ക് മുറുകിയത്. 2015 മാർച്ച് 31-നാണ് ബാബുവിനെതിരായ ആദ്യ ആരോപണം പുറത്തുവരുന്നത്. ബാർക്കോഴ കേസിൽ 50 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്നും പണമായി വാങ്ങിയെന്ന ആരോപണം ബിജു രമേശ് ഉന്നയിച്ചു. അന്നേ ദിവസം തന്നെ ബാബു ആരോപണം നിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലെ ബാബുവിന്റെ മുറിയിൽ വെച്ച് പണം കൈമാറുമ്പോൾ താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് മുഹമ്മദ് റസീഫ് വെളിപ്പെടുത്തി. ബാബുവിനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ വിൻസൻ അമ്പോൾ ഉത്തരവിട്ടു. കേസന്വേഷണത്തിന്റെ ചുമതല വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് DYSP MN രമേശിന് കൈമാറി. ബാബുവിന് പണം കൈമാറിയെന്ന മൊഴി രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായില്ലെന്ന് ബിജു രമേശ് വീണ്ടും ആരോപണം ഉന്നയിച്ചു. 3 മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ബാബു പണം വാങ്ങിയിട്ടില്ലെന്ന കണ്ടെത്തലോടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ രീതി വിജിലൻസിന്റെ മാനുവലിൽ നിഷ്കർഷിക്കാത്തതാണെന്ന് തെളിവ് സഹിതം പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടു. തൃശൂർ വിജിലൻസ് കോടതിയിൽ ബാബുവിനെതിരെ പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം പരാതി നൽകി. പ്രാഥമിക അന്വേഷണമല്ല, ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെ നടത്തണമെന്നും റിപ്പോർട്ട് ജനുവരി 23-ന് സമർപ്പിക്കണമെന്നും കോടതിയുടെ ഉത്തരവുണ്ടായി. റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടിയ വിജിലൻസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ടതോടെ മന്ത്രി കെ ബാബു രാജിവെച്ചു. പീപ്പിൾ TVയുടെ വാർത്താ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി. KM മാണിയുടേതുപോലെ ബാബുവിൻ്റെയും രാജിപ്രഖ്യാപനത്തിന് വഴിയൊരുക്കിയത് പീപ്പിൾ TVയുടെ വെളിപ്പെടുത്തൽ. ഓരോ ബാറിനും നന്ദി നൽകിയിട്ടുള്ള ലൈസൻസിന്റെ ബാബു മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അങ്ങ് തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിയമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ 2 രാജിമുഹൂർത്തത്തിന് വഴിവെച്ചത് പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തകളാണ്. ധനമന്ത്രി KM മാണിയുടെ രാജിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രി കെ ബാബുവും രാജിവെച്ചത് പീപ്പിൾ പുറത്തുവിട്ട വാർത്താ വെളിപ്പെടുത്തലിനെ തുടർന്ന് എന്നത് യാദൃശ്ചികമല്ല. ന്യൂസ് ആൻഡ് വ്യൂസിൽ തന്നെയായിരുന്നു മാണിക്ക് പുറമെ കെ ബാബുവും മറ്റു ചില കോൺഗ്രസ് മന്ത്രിമാരും കോഴ വാങ്ങിയ വിവരം ബിജു രമേശ് വെളിപ്പെടുത്തിയത്. ഓരോ ബാറിനും നന്ദി നൽകിയിട്ടുള്ള ലൈസൻസിന്റെ ബാബു മേടിച്ചിട്ടുണ്ട്. ബിനോയ് തന്നെ പറയുന്നുണ്ട്, ബാബുവിന് ഞാൻ 25 ലക്ഷം രൂപ അല്ല, ബാറിനും 15 ലക്ഷം രൂപ ബിയറിനും വെച്ച് എല്ലാ ബാറിനും മേടിച്ചു കൊടുത്തു. ഞാനത് എവിടെയും പറയും. നിർണായകമായ ആരോപണത്തെ കേവല വാർത്ത എന്നതിനപ്പുറത്തേക്ക് വാർത്താ ഘടികാരത്തിന്റെ നിർണായക നാഴികയാക്കാനുള്ള അനുബന്ധ വാർത്തകളും തെളിവുകളും പിന്നീട് പീപ്പിൾ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മാണിയും കെ ബാബുവും രാജിവെക്കുമ്പോൾ മാധ്യമ ദൗത്യത്തിന്റെ പീപ്പിൾ TV യുഗം കൂടിയാണ് കുറിക്കപ്പെടുന്നത്. ഇനിയുള്ളത് ബാക്കി ആരോപണങ്ങൾക്ക് വിധേയമായവരുടെ കാര്യം കൂടിയാണ്. നീതിയുടെ ജനകീയ ഇടപെടലുകൾക്കായി പീപ്പിൾ TVയും. ന്യൂസ് ഡെസ്ക്. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. CPIM PB അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. സാലി മുഹമ്മദ്. സാലി, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ എത്രമാത്രം ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്? പ്രദീപ്, കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് മലപ്പുറം നൽകിയത്. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് രാവിലെ ജാഥയെ വരവേറ്റു. മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ് ഒരുക്കിയിരുന്നത്. ഏതായാലും ആദ്യ സ്വീകരണ കേന്ദ്രമായ കൊണ്ടോട്ടിയിൽ ജാഥ എത്തിയപ്പോഴാണ് വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച വാർത്ത പുറത്തു വരുന്നതും കെ ബാബുവിനെതിരായ കോടതി പരാമർശങ്ങളായിരുന്നത്. വലിയ ആവേശത്തോടെ ഈ പുതിയ വാർത്തയുടെ കൂടി പശ്ചാത്തലത്തിൽ വലിയ ആവേശത്തിലായിരുന്നു CPM പ്രവർത്തകർ. പിണറായിയുടെ പ്രസംഗത്തിലും അത് മുഴങ്ങി. അദ്ദേഹം പറഞ്ഞു, കെ ബാബുവിന് ഒരു നിമിഷം പോലും മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യ സ്വീകരണ കേന്ദ്രമായ വേങ്ങരയിലേക്കായിരുന്നു ജാഥ പുറപ്പെട്ടത്. വേങ്ങരയിലെത്തിയപ്പോൾ പുതിയ വാർത്ത വന്നു, മന്ത്രി ബാബു രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത. ഏതായാലും വലിയ ആവേശത്തോടെയാണ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തകൾ പുറത്തു വന്ന മലപ്പുറം ജില്ലയിലൂടെ പര്യടനം നടത്തിയ ജാഥയ്ക്ക് വലിയ ആവേശകരമായ അനുഭവങ്ങളായിരുന്നു.
അതുകൊണ്ട് തന്നെ പിണറായിയുടെ വാക്കുകളിലും അത് പ്രകടമായി. കെ ബാബു രാജിവെച്ച പശ്ചാത്തലത്തിൽ ഇതിനെല്ലാം കൂട്ടുനിന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്നാണ് തുടർന്ന് പിണറായിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കോഹിനൂറിലെയും പര്യടനം സ്വീകരണം പൂർത്തിയാക്കി അല്പസമയത്തിനകം ജാഥ തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ ഭാഗമായ പരപ്പനങ്ങാടിയിലെത്തും. ഇപ്പോൾ പരപ്പനങ്ങാടിയിലേക്ക് പിണറായി വിജയനും മറ്റ് ജാഥാംഗങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന് വലിയ ജനസ്വാധീനമൊന്നും ഇല്ലാത്ത മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്രം രചിക്കുന്നു എന്ന് തന്നെ പറയാം. കണ്ണൂരും കോഴിക്കോടും ഒക്കെ കണ്ടതുപോലെ തന്നെ ജനസഞ്ചയം എല്ലാ കേന്ദ്രങ്ങളിലും മലപ്പുറത്തും കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. പ്രദീപ്. സാലി മുഹമ്മദ്. കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ടെസ്റ്റ് റൺ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. വരുന്ന കേരളപ്പിറവി ദിനത്തിൽ ജനങ്ങളെയും വഹിച്ചുകൊണ്ട് മെട്രോ ഓടുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രിമാരടക്കം പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയ മന്ത്രി കെ ബാബുവിനെതിരായ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വേദിയിൽ മൂകത വരുത്തി. അങ്ങനെ കൊച്ചിയുടെ കൊമ്പൻ ട്രാക്കിലോടി. ആലുവ മുട്ടത്തെ കോച്ച് റിപ്പയറിംഗ് യാർഡിലെ പ്രത്യേകം നിർമ്മിച്ച ട്രാക്കിൽ 1 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ഓടിയത്. മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിൽ. തേർഡ് റെയിൽ ട്രാക്ഷൻ എന്ന പുതിയ സംവിധാനത്തിലൂടെ ട്രാക്ക് വൈദ്യുതീകരിച്ച് ആ വൈദ്യുതി ഉപയോഗിച്ചാണ് മെട്രോ ഓടിയത്. വരുന്ന കേരളപ്പിറവിക്ക് ജനങ്ങളെയും വഹിച്ചുകൊണ്ട് മെട്രോ ഓടുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അടുത്ത കേരളപ്പിറവിക്ക് 16 നവംബർ 1 ഇവിടെ മെട്രോ റെയിൽ ഓടി മെട്രോ മാൻ എന്ന പേര് കേട്ടിട്ടുള്ള ശ്രീ ശ്രീധരന്റെ തൊപ്പിയിലെ ഒരു പുതിയ ചുവട് കൂടിയാണ് എന്ന് പറയാൻ എനിക്ക് സന്തോഷം. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 2.5 വർഷത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് DMRCയുടെയും KMRLന്റെയും മുഖ്യ ഉപദേശകനായ ശ്രീധരൻ പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശനം പാസ് വഴി കർശനമായി നിയന്ത്രിച്ചിരുന്നു. പ്രദേശവാസികളെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ചെറിയ തോതിൽ സംഘർഷത്തിന് വഴിവെച്ചു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും വേഴാമ്പലും നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനുമെല്ലാം മെട്രോയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചടങ്ങിലെത്തിയ ജനങ്ങൾക്ക് മെട്രോയ്ക്കുള്ളിൽ കയറി കാണാനുള്ള അവസരവും ലഭിച്ചു. പുറത്തെ പൊള്ളുന്ന ചൂടിൽ നിന്ന് മെട്രോയ്ക്കുള്ളിലെ തണുപ്പിനെ ആഘോഷമാക്കിയത് ഇവരാണ്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി മെട്രോയുടെ ടെസ്റ്റ് റൺ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന തൃശൂർ വിജിലൻസ് കോടതി വിധി വന്നത് ആവേശം അലതല്ലിയ വേദിയിൽ മ്ലാനത പടർത്തി. നേതാക്കളുടെ മുഖത്ത് ഇത് പ്രകടമായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മെട്രോ ഓടില്ല എന്ന ബോധ്യമുള്ള സർക്കാർ ധൃതി പിടിച്ച് ടെസ്റ്റ് റൺ ആഘോഷമാക്കിയത് തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് എന്ന ആരോപണവും നിലവിലുണ്ട്. കൂടാതെ മെട്രോയുടെ ടെസ്റ്റ് റൺ ചടങ്ങിലേക്കുള്ള ക്ഷണപത്രികയിൽ നിന്നും ഒഴിവാക്കിയ ജില്ലാ കളക്ടർ MG രാജമാണിക്യം ചടങ്ങിലും പങ്കെടുക്കാതിരുന്നത് ആ വിവാദത്തിന്റെയും രൂക്ഷത വർദ്ധിപ്പിച്ചു. വൈഡൂര്യ പച്ചയണിഞ്ഞ കൊച്ചിയുടെ കൊമ്പൻ ട്രാക്കിലോടി. ഇനി വീണ്ടും ബാക്കിയാകുന്നത് ചില വിവാദങ്ങളാണ്. മെട്രോയിലെ ആദ്യ യാത്രയിൽ ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. ഫാത്തിമ ഗോൾഡ് മട്ടന്നൂർ ഷോറൂമിന്റെ 1ാം വാർഷികാഘോഷം EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 0% പണിക്കൂലിയിൽ ആഭരണങ്ങൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ, 1000 രൂപ നൽകിയ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം എന്നീ ഓഫറുകൾ ഈ മാസം 31 വരെ ലഭ്യമാണ്. മട്ടന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള സൗജന്യ വീൽ ചെയറുകളും ചടങ്ങിൽ MLA വിതരണം ചെയ്തു. ഫാത്തിമ ഗോൾഡ് ഗ്രൂപ്പ് MD മുഹമ്മദ് റാഫി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് MD KV മുഹമ്മദ് കുഞ്ഞി, ഫാത്തിമ ഗോൾഡ് ഡയറക്ടർ ജനറൽ മാനേജർ നിഷാദ്, മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. അവതരണത്തിലും വേഷവിധാനങ്ങളിലും വ്യത്യസ്തത പുലർത്തിയ നാടോടി നൃത്ത മത്സരം ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റി. നാടക മത്സരത്തിലെ വിധി നിർണയത്തിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധത്തിനിടെയാണ് മത്സരാർത്ഥികൾ അരങ്ങിലെത്തിയത്. ആദ്യം നിശ്ചയിച്ച വേദിയിൽ മാറ്റമുണ്ടായെങ്കിലും നാടോടി നൃത്തം കാണാൻ ആസ്വാദകരുടെ വലിയ തിരക്കാണ് ഉണ്ടായത്. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരാർത്ഥികളുടെ പ്രതിഷേധം മൂലം മണിക്കൂറുകൾ വൈകിയാണ് മത്സരം ആരംഭിച്ചത്. നിറഞ്ഞ കയ്യടിയോടെയാണ് കാണികൾ മത്സരാർത്ഥികളെ വരവേറ്റത്. 20 പെൺകുട്ടികളും 17 ആൺകുട്ടികളുമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറ്റുരച്ചത്. വേദിയിലെത്തിയ ഓരോ മത്സരാർത്ഥിയും ഒന്നിനൊന്ന് മികവ് പുലർത്തി. കഥയിലും അവതരണ ശൈലിയിലും ആവർത്തനം ഉണ്ടാകാത്തത് മത്സരത്തിന്റെ ആസ്വാദ്യത വർദ്ധിപ്പിച്ചു. മത്സരാർത്ഥികൾ വേദിയിൽ ആടിത്തിമിർക്കുമ്പോഴും സദസ്സിലെ പ്രതിഷേധക്കാർ പിന്നോട്ടു പോയില്ല. പ്രതിഷേധങ്ങൾ മൂലം
കാരണം ഏറെ വൈകിയാണ് മത്സരം ആരംഭിച്ചതെങ്കിലും നാടോടി നൃത്ത മത്സരത്തിന്റെ ആവേശം ഒട്ടും തന്നെ ചോർന്നു പോയില്ല. കഥാപശ്ചാത്തലത്തിലും വേഷവിധാനങ്ങളിലും ശ്രദ്ധ ചെലുത്താൻ ഓരോ മത്സരാർത്ഥിയും ശ്രദ്ധ ചെലുത്തി. ക്യാമറാമാൻ ബിച്ചു പൂവച്ചനൊപ്പം സിജി ദിൽജിത്ത്.